ചിലപ്പോ ഫ്രാക്ചർ ഉണ്ടാവും. അതാ ഇത്രയും വേദന. മോളെ കൈവേദന ഉണ്ടോ? ഇവരെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇവിടെ അടുത്ത് വല്ല ഹോസ്പിറ്റലുണ്ടോ? ഒരു 1.5 കിലോമീറ്റർ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. എന്നാ പിന്നെ നിങ്ങളുടെ കൂടെ ചെല്ലു. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, മുഖമൊക്കെ അങ്ങ് വാടിയല്ലോ. നമ്മൾ ഇവിടേക്ക് വന്നത് ഇഷ്ടായില്ലേ? വേറെ ഏതെങ്കിലും റെസ്റ്റോറന്റിലേക്ക് പോണോ? ഏയ് വേണ്ട. ഞാൻ സച്ചിയുടെ ആരാ? സച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ ഞാനെന്ന് സച്ചി തന്നെയല്ലേ പറയാറുള്ളത്? ആ അതെ. ആ എന്നാ പിന്നെ സച്ചി അലട്ടുന്നത് എന്താണെന്ന് എന്നോട് തുറന്നു പറഞ്ഞൂടെ? മനസ്സിലുള്ളത് ഷെയർ ചെയ്താൽ ചിലപ്പോ ഒരു ആശ്വാസം കിട്ടും. ഇതെന്താ ഇത്ര ടൈറ്റ്? വേഗാവട്ടെ. ഇത് ഊരാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, അവര് പ്രദക്ഷിണം വെച്ച് ഇപ്പൊ എങ്ങെത്തും. പിന്നെ താലി മാറ്റാൻ പറ്റില്ല. ഇതെന്താ ഇത്? അല്ല, പൂജിക്കാനുള്ള താലിമാല എവിടെ? അതിപ്പോ തരാൻ തിരുമേനി. അവരിപ്പോ ഇങ്ങെത്തും. മോളെ ഒന്ന് വേഗം. അവരിപ്പോ ഇങ്ങെത്തുന്നേ. എന്താ പ്രശ്നം? പൂജിക്കാനുള്ള താലിമാല എവിടെ? അത് ഇപ്പൊ തരാൻ തിരുമേനി. ഈ താലി ഒന്ന് മാറ്റിയിട്ടോട്ടെ. ശരി. അയ്യോ, അവരെത്തി.
മോളെ എന്താ എന്തു പറ്റിയതാ? എന്തെങ്കിലും പറ്റിയ മോളെ? എന്താ പറ്റിയേ? വേദനയുണ്ടോ? ഗൂഗിൾ അവന്തി ചിലപ്പോ ഫ്രാക്ചർ ഉണ്ടാവും. അതാ ഇത്രയും വേദന. അയ്യോ, മോളെ കൈവേദന ഉണ്ടോ? ഇവരെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇവിടെ അടുത്ത് വല്ലതും ഹോസ്പിറ്റലുണ്ടോ? ഒരു 1.5 കിലോമീറ്റർ അടുത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. എന്നാ പിന്നെ നിങ്ങളും കൂടെ ചെല്ലു. ഒന്ന് വന്നേ. വാ മോളെ. നടക്ക് പതുക്കെ. ഗൂഗിള് വണ്ടി എടുക്ക, ഞാൻ കൂടി കയറാം. പിന്നെ ഏതായാലും ഇവിടം വരെ വന്നതല്ലേ, നിങ്ങൾ സമാധാനമായിട്ട് തൊഴുത് റൂമിലേക്ക് പൊയ്ക്കോ. ഞാൻ അവന്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വിളിക്കാം. ഗൂഗിൾ ഒന്നും ഉണ്ടാവില്ല, സമാധാനമായിട്ടിരിക്കേ. അതെ. നല്ലൊരു ദിവസമായിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാം? ഇവിടെ എന്റെ ജീവിതത്തിലെ ഒരുപാട് ഓർമ്മകളുണ്ട് വയ്ക്കല്ലേ. ഞാനും അർച്ചനയും ഇവിടെ വരാറുണ്ടായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ മസാല ദോശയായിരുന്നു. അപ്പോ വെറുതെ അല്ല ഇവിടെ കേറിയപ്പോ തന്നെ മൂഡ് ഓഫ് ആയത്. സന്തോഷം നിറഞ്ഞ ആ പഴയ നിമിഷങ്ങളൊക്കെ ഇപ്പോൾ സങ്കടവും വേദനകളും മാത്രമായി മാറി. കഴിഞ്ഞ പലതും ഓർക്കുമ്പോൾ വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ കുറ്റബോധം തോന്നാൻ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും സച്ചിയുടെ മനസ്സിൽ അർച്ചനയോടുള്ള സ്നേഹം ഞാൻ കാണുന്നതല്ലേ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് വക്കീലെ.